ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എളുപ്പത്തിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പം ഇതിലൂടെ എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇൻക്യാഷ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇതിൽ ഗൂഗിൾ വഴി നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൊടുത്തും. ഞാനിവിടെ പ്രൈവസി പോളിസി അലോ ചെയ്തിട്ട് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ സൈനപ്പ് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പെർമിഷൻ അലോ ചെയ്യുക. ഇത് നേരെ നിങ്ങൾ സെറ്റിങ്സിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ അലോ പെർമിഷനുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ പെർമിഷൻ അലോ കൊടുത്ത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ കാണാം. അതായത് ഇതിലെങ്ങനെയാണ് നിങ്ങൾക്കിവിടെ കാണാം. ഇത് കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതിൽ ഡെയിലി ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റെഫർ ചെയ്യാം. അതുപോലെ ഡെയിലി ചെക്കിൻ ഉണ്ട്. ഗെയിംസ് കളിച്ചിട്ട് ഏൺ ചെയ്യാം. അതുപോലെ നമുക്ക് പേടിഎം അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി UPI ട്രാൻസാക്ഷൻസ് വഴി നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം കുറേ ടാസ്ക് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ടാസ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ടൈം കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 45 അല്ലെങ്കിൽ അതിന് നേരെ കാണിക്കുന്ന ആ ഒരു കോയിൻ നമുക്ക് ക്രെഡിറ്റ് ആവും വാലറ്റിൽ. അപ്പോൾ ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ടാസ്ക് ലൈവായിട്ട് ചെയ്ത് കാണിച്ചു തരാം. മൈ ഗോൾഡ് എന്ന് പറയുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പം അതാണ് ഈ ഒരു ടാസ്ക് ചെയ്യേണ്ടത്. 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാനിതിൽ മൊബൈൽ നമ്പർ അടിച്ചിട്ട് ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഒരു OTP വരും, അത് പ്രൊസീഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ നെയിമും അതുപോലെ തന്നെ സിപ്പ് കോഡും കൊടുത്ത് നിങ്ങൾ കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ MPIN ക്രിയേറ്റ് ചെയ്യാൻ വരും. അപ്പോൾ നിങ്ങൾ 2 തവണ കൺഫേം ചെയ്ത് കൊടുക്കുക. അത് എന്നിട്ട് ഓക്കെ അടിച്ച് കഴിയുമ്പം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനാബിൾ ചെയ്യുക അല്ലെങ്കിൽ നോട്ട് നൗ കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ടാസ്ക് കംപ്ലീറ്റ് ആയി. അപ്പം നമുക്ക് ഇൻക്യാഷ് എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പം നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് റിവാർഡ് കംപ്ലീറ്റഡ് എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ 15 കോയിൻസാണ് ഈ ഒരു ടാസ്ക് ചെയ്തിട്ട് നമുക്ക് വാലറ്റിൽ ക്രെഡിറ്റ് ആവുക. അപ്പം അത് ഇപ്പം ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്കിവിടെ ടൈം കാണാം. അപ്പോൾ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ടാസ്ക് ചെയ്ത് അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഓരോ ടാസ്ക് ചെയ്തിട്ട് നമുക്ക് കോയിൻസ് വാലറ്റിൽ ക്രെഡിറ്റ് ആവുന്നത്. അതുപോലെ ഇതിൽ സ്പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ലെറ്റ് സ്പിൻ എന്നുള്ളത് തൊട്ട് കഴിയുമ്പോൾ എനിക്കിവിടെ 30 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു വാലറ്റിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഗെയിംസ് കളിച്ചിട്ട് ഏൺ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്ലേ ആൻഡ് ഏൺ എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഗെയിംസ് കാണാം. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ ഈ ഒരു വാട്ടർ കളർ സോർട്ടിംഗ് എന്നുള്ള ഗെയിം എടുത്തു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു ഗെയിമിൽ 3rd ലെവൽ നമ്മൾ റീച്ച് ആയി കഴിഞ്ഞാൽ 15 കോയിൻസ് കിട്ടും. അതുപോലെ നമ്മൾ ഓരോ ലെവലും നമ്മൾ റീച്ച് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവിടെ കാണുന്ന കോയിൻസ് നമ്മളെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. ഇനി ഇതിൽ സർവേ ചെയ്തിട്ടും നമുക്ക് ഏൺ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ 133 കോയിൻസിൻ്റെ സർവേ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് സർവേ കൊടുത്തു. ഈ ഒരു സർവേ പാസ്സായില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ചെറിയൊരു കോയിന് നമുക്കിതിൽ ക്രെഡിറ്റ് ആവും. ഞാനൊന്ന് പെട്ടെന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പം എനിക്കിവിടെ ഈ ഒരു സർവേ കിട്ടിയിട്ടില്ല, പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ പോലും ചെറിയൊരു കോയിൻസ് ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സർവേ പാസ്സാവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കോയിൻസ് ആഡ് ആവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് സർവേ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുക. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ചെക്കിൻ ഉണ്ട്. നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡെയിലി റിവാർഡ് നമുക്ക് ഏൺ ചെയ്യാം.
2 കാര്യങ്ങൾ പറയാൻ വിട്ടുപോയത്, നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ തുറന്നിട്ട് പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ മെയിൽ ID നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത് പറയാനുള്ളത്, നിങ്ങൾ ടാസ്ക് ചെയ്യുമ്പം KYC ഒക്കെ കൊടുക്കേണ്ട ടാസ്ക്കാണെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിങ്ങൾ ടാസ്ക് ചെയ്യാം. ഇനി കോയിൻസ് എങ്ങനെയാണ് റെഡീം ചെയ്യാൻ നോക്കുക. അപ്പം ഇതിൽ UPI വഴി, അതുപോലെ ഗിഫ്റ്റ് കാർഡ്, പേപ്പാലൊക്കെ വഴി നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ 92 കോയിൻസാണ് എൻ്റെ വാലറ്റിലുള്ളത്. അപ്പം ഞാൻ UPI വഴിയാണ് ഇത് വിഡ്രോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിവിടെ കാണാം 300 കോയിൻസ് ആയാലും 30 രൂപയാണ് വിഡ്രോ ചെയ്യാൻ പറ്റുക. അങ്ങനെ നമുക്ക് 5000 കോയിൻസ് ആയാലാണ് 500 രൂപ. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഭാഗത്ത് പോയാൽ നമ്മൾ ചെയ്ത ഓരോ ടാസ്കിന് എത്ര ഏൺ ചെയ്തു എന്നുള്ള ഹിസ്റ്ററി കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ റെഫർ ചെയ്തിട്ട് ഏൺ ചെയ്യാം. അതായത് നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കുന്നത് ആർക്കാണോ അവർ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ ഏൺ ചെയ്യുന്നതിൻ്റെ 50% നമുക്ക് കോയിൻസ് വാലറ്റിൽ ക്രെഡിറ്റ് ആവും. ഞാൻ എൻ്റെ വിഡ്രോവൽ ഹിസ്റ്ററി കാണിച്ചു തരാം. നമ്മൾ ആദ്യമായിട്ട് സൈനപ്പ് ചെയ്ത് കയറുന്നവരാണെങ്കിൽ നമുക്ക് 5 രൂപ, അതായത് 50 കോയിൻസ് ആയാൽ തന്നെ നമുക്ക് 5 രൂപ മുതൽ വിഡ്രോ ചെയ്യാൻ പറ്റും. ഞാൻ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നൊരു 4-5 വെബ്സൈറ്റിലാണ്. അപ്പം ഞാൻ ഇതിലങ്ങനെ വർക്ക് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇതിൽ വിഡ്രോവൽ ചെയ്ത എമൗണ്ടൊക്കെ കുറച്ച് കാണിക്കുന്നത്. പക്ഷേ എന്തായാലും ഇതിൽ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിഡ്രോ ചെയ്താൽ എമൗണ്ട് പെട്ടെന്ന് തന്നെ 5 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.